നമ്മളെ കുറിച്ച് അവർക്ക് പറയാനുള്ള എന്താണ്? നമ്മളൊക്കെ ഷാഫി ഇമാമ് 4 മദ്ഹബിന്റെ ഇമാമന്മാർ പറഞ്ഞനുസരിച്ച് ജീവിക്കുന്നവരാണ്. നമുക്ക് ഖുർആനും ഹദീസൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്റെ ചര്യയും ഖുലഫാഉർ റാഷിദീങ്ങളും ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എന്നാൽ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കണം എന്താണ്? 4 മദ്ഹബിന്റെ ഇമാമന്മാർ പറയും പോലെ ജീവിക്കുകയാണ്, അല്ലാതെ ഖുർആനിക്കും ഹദീസിനും പോണില്ല. എന്നാൽ വഹാബിന്റെ അവസ്ഥ എന്താവും ചിന്തിച്ചു നോക്കി നിങ്ങൾ. നമ്മളെ നാട്ടിലൊരു വഹാബി, സാധാ ഒരു വഹാബി, അവനെ കണ്ടിട്ട് നിങ്ങൾ ഓനോട് നിസ്കാരത്തിൽ ആദ്യം ചെയ്യേണ്ടത് നെയ്യത്ത് വെക്കലുണ്ടോ ഇല്ല അറിയില്ല, വെക്കണമെന്ന് വെക്കണ്ടെന്നൊക്കെ പറയണ്ടേ. ഏതായാലും തെക്കിബീർ പോലെ എടുത്തിട്ടുണ്ടല്ലോ. തെക്കിബീർ ചെല്ലിന് ആയത്തോ ഹദീസൊന്നും ചോദിച്ചു നോക്കാം അവനോട്. ഒരു തെക്കിബീർ നിസ്കാരത്തിൽ തെക്കിബീർ ചെല്ലുണ്ടല്ലോ ചെയ്യും. ആ തെക്കിബീറിന്റെ ആയത്തോ ഹദീസും ചോദിച്ചാൽ ഓന് ചിലപ്പോൾ ആയത്ത് കിട്ടൂല, ഹദീസും കിട്ടൂല. അഥവാ കണ്ടമുണ്ട പറഞ്ഞ് ഫാത്തിഹന്റെ ചോദിക്കുക, അത് കഴിഞ്ഞ് സൂറത്ത് ഓതിന് ചോദിക്കുക. നിസ്കാരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ ഓന് കിട്ടുമോ? 99.4 വഹാബിക്കും കിട്ടൂല. ഓനതിന് ഹദീസും കണ്ടിട്ടില്ല, ആയത്തും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ നിസ്കരിക്കണേ? നിസ്കരിക്കണത് വഹാബിയും മൗലവിമാർ പറഞ്ഞു കൊടുത്ത അടിസ്ഥാനത്തിൽ. അപ്പൊ ഓന്റെ ഇമാമാരാണ് വഹാബി മൗലവി, നമ്മളെ ഇമാമാരാ ഷാഫി ഇമാം. ഷാഫി ഇമാം ഹദീസിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നു, വഹാബി മൗലവി ഹദീസിലുണ്ട് പറഞ്ഞാൽ അവർ ചെയ്യുന്നു. ഇപ്പൊ രണ്ടു കൂട്ടർക്കും ഇമാമുണ്ട്. നമുക്ക് ഷാഫി ഇമാമാണ്, അവർക്ക് ഇമാമ്, നാട്ടിലെ മൗലവി. എത്ര മൗലവിമാരുണ്ട്? അവർക്ക് ആയിരക്കണക്കിന് മൗലവിമാരുണ്ട്. അപ്പൊ അവരുടെ മദ്ഹബ് എത്രയാണ്? ആയിരക്കണക്കിന് മദ്ഹബുകൾ. നമ്മളെ മദ്ഹബോ 4 അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സ്വീകരിക്കുന്നു. അവർക്ക് ആയിരക്കണക്കിന് മദ്ഹബുകൾ. ഏതെങ്കിലും ഒരു സുല്ലമി പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് ഇവൻ ചെയ്യുന്നത്, അല്ലാതെ ഇവൻ ഖുർആനും ഹദീസും പഠിച്ചിട്ടല്ല. ഇത് ചോദിച്ചാൽ ചിലപ്പോ കുറച്ച് പഠിച്ച വഹാബികൾ പറയും, ഞങ്ങൾ അങ്ങനെ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാലൊന്നും ഞങ്ങൾ സ്വീകരിക്കൂല, ഞങ്ങൾക്ക് ഹദീസ് അങ്ങോട്ട് പറഞ്ഞു തരണം എന്ന് പറയും. ആയിക്കോട്ടെ, ഈ മൗലവി ഹദീസ് പറഞ്ഞു നോക്കുക. ഈ പറഞ്ഞ ഹദീസിൽ ഇതുണ്ടോ ഇല്ലെന്നിങ്ങനെ ഇപ്പം നോക്കുക. ഈ നാടൻ ഈ ഹദീസിലുണ്ടോ ഇല്ലേ നോക്കണ്ടേ? ഈ നോക്കാൻ ഇവനറിയോ? ഇവൻ അറബിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? അറബി എല്ലാ ഗ്രാമറും പഠിച്ച് സാഹിത്യവും പഠിച്ചിട്ടാണ് ഓരോ മുജാഹിദാകണത്. അപ്പൊ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് സ്വീകരിക്കാൻ ഈ മൗലവിക്ക് സാധിക്കണം, ഈ നാടനാകുന്ന മുജാഹിദിന് സാധിക്കണമെങ്കിൽ ഇവൻ പറഞ്ഞു കൊടുത്ത ഹദീസ് ഉണ്ടോ അല്ലേ നോക്കണം. ആ ഹദീസ് സ്വഹീഹാണോ അല്ലേന്ന് പരിശോധിക്കണം. ആ ഹദീസിന്റെ അർത്ഥം എന്താണെന്ന് പരിശോധിക്കണം. ഇത് പരിശോധിക്കാൻ എങ്ങനെ സാധിക്കാം? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളെ കൂട്ടത്തിൽ ഒരാള് നാളെ ഒരു മുജാഹിദാകാൻ തീരുമാനിച്ചു നോക്കുക. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം. നാളെ ഒരാൾ മുജാഹിദാകാൻ തീരുമാനിച്ചു നോക്കുക. അപ്പോൾ അവൻ ക്ലിയർ മുജാഹിദാകണം എന്നാണ്, അള്ളാഹും റസൂലും പറഞ്ഞനുസരിച്ച് ജീവിക്കണം എന്നാണ് അവന് തീരുമാനം. അങ്ങനെ അവൻ തീരുമാനിച്ച് അവൻ മൗലവി ഇങ്ങനെ ആലോചിച്ചു. നാളെ നേരം വെളുത്തു, രാത്രി തീരുമാനിച്ചു. അങ്ങനെ രാവിലെ സുബഹിസ്കരിച്ചാൽ ഇവനിങ്ങനെ തോന്നി, നിസ്കാരം നിർബന്ധമുണ്ടോ? അത് സുബഹിസ്കാരം നിർബന്ധമുണ്ടോ? നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? ഇതൊക്കെ ഖുർആനും ഹദീസ് നോക്കി പഠിക്കണല്ലോ. ഇതുവരെയൊക്കെ ഇപ്പൊ സുന്നിയായിട്ട് പഠിച്ചാലേ, ഇത് സുന്നികൾ എന്തൊക്കെയോ കൂട്ടിയതാണെന്ന് അറിയില്ല. അപ്പൊ ഇവൻ ഖുർആനും ഹദീസും നോക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഖുർആനും ഹദീസും ഏതെങ്കിലും മൗലവിനോട് ചോദിച്ചാൽ ഈ മൗലവി പറഞ്ഞതിന്റെ ഹദീസ് ശരിയാണെന്ന് ഉറപ്പില്ല, ആ ഹദീസിന്റെ അർത്ഥം എന്താന്ന് ഉറപ്പില്ല. എന്നാൽ ഞാൻ തന്നെ പഠിക്കണം തീരുമാനിച്ചു. രാവിലെ കുറച്ചു നേരം സുബഹി നിസ്കരിച്ചില്ല അന്ന്. കാരണം സുബഹി നിസ്കരിക്കണമെങ്കിൽ സുബഹി നിർബന്ധമുണ്ടോ, എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഇവൻ വെയിറ്റ് ചെയ്തു. ഒരു 9 മണി 10 മണിയൊക്കെ ആയപ്പോൾ കോഴിക്കോട് പോയ എജുമാട്ട് പോയിട്ട് ഒരു പരിഭാഷ വാങ്ങാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് പരിഭാഷ വാങ്ങാം, എന്നിട്ട് ഖുർആനും ഹദീസും നേരിട്ട് പഠിക്കുക. ഇവർ പറഞ്ഞതിനനുസരിച്ചുകൊണ്ടൊന്നും പഠിച്ചാൽ ശരിയാവില്ല. കാരണം ഇവരെന്താ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് അറിയില്ലല്ലോ. ഷാഫി ഇമാമൻ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉറപ്പില്ലാതെയാണ് ഞാൻ ഈ സുന്നീന്ന് വിട്ടത്. സുന്നീന്ന് വിടാൻ എന്താ? ഷാഫി ഇമാം ഹദീസിലുണ്ട് പറഞ്ഞിട്ട് സംശയമായിട്ടാണ് ഞാൻ പൈന്ന് വിട്ടത്. ഇനി സുല്ലമി ഹദീസിലുണ്ട് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ സ്വീകരിക്കാം? 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ അംബലി ഇമാമ്, അദ്ദേഹത്തിൻ്റെയും ഉസ്താദാകുന്ന ഇമാം ഷാഫി തങ്ങളെ, അദ്ദേഹത്തിൻ്റെയും ഉസ്താദാകുന്ന ഇമാം മാലിക് തങ്ങളെ, അവരുടെയും ഉസ്താദാകുന്ന ഹനഫി ഇമാം, ഇവരൊക്കെ 10 ലക്ഷത്തും അതിലധികം ഹദീസുകൾ മനപ്പാടമാക്കിയ ആളുകളാണ്. അവരൊക്കെ ഹദീസിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഹദീസ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. ഇനി സുല്ലമി ഹദീസിലുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു 100 ഹദീസും കൂടി ഈ സുല്ലമിക്ക് മനപ്പാടം ഉണ്ടാവില്ല. 10 ലക്ഷം ഹദീസ് മനപ്പാടാക്കിയ ഇമാമിനെ ഒഴിവാക്കിയിട്ട് 100 ഹദീസ് കൂടി അറിയാത്ത സുല്ലമിനെ എങ്ങനെ പിൻപറ്റുക? അപ്പൊ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, എനിക്ക് സ്വന്തമായിട്ട് ഹദീസ് ഉള്ളതെന്ന് പരിശോധിക്കണം തീരുമാനിച്ചു. അപ്പൊ അന്ന് സുബഹി നിസ്കരിച്ചില്ല. അങ്ങനെ 10 മണിയായപ്പോൾ യജുമാട്ട് ചെന്ന് ചോദിച്ചു, എനിക്കൊരു ഖുർആന്റെയും ഒരു ഹദീസിനൊക്കെ പരിഭാഷ വേണമെന്നാണ്.
അപ്പോൾ അവിടുന്ന് ഒരു ചോദിക്കും, ഏത് പരിഭാഷയാണ് വേണ്ടത്? സുന്നിൻ്റെതാണോ, മുജാഹിദ് വിഷ്ടം ഗ്രൂപ്പിൻ്റെതാണോ, അതല്ല മുജാഹിദ് മടപൂർ വിഭാഗത്തിൻ്റെതാണോ, അതല്ല KNMതാണോ, ജമാഅത്തെ ഇസ്ലാമിൻ്റെതാണോ, ആരുടെ പരിഭാഷ വേണ്ടി? അപ്പോൾ ബനാകെ ബേജാറായി. എല്ലാവരും പരിഭാഷണെങ്കിൽ പിന്നെ ഏത് പരിഭാഷ ശരിയെന്ന് എങ്ങനെ തീരുമാനിക്കാം? എല്ലാവരും കൂടി പരിഭാഷ വാങ്ങിയാൽ ഇത് ഏതാണ് ശരിയെന്ന് തീരുമാനിക്കാൻ പറ്റൂലല്ലോ. സുന്നിൻ്റെ വാങ്ങിയത് അതാണോ ശരി, മുജാഹിദിനെ വാങ്ങിയ അതാണോ ശരി, ജമാഅത്തേത് വാങ്ങിയ അതാണോ ശരി, മുജാഹിദിനെ കുറേ ഗ്രൂപ്പുണ്ട്, ഇവർ ആർതാണ് ശരി? ഇപ്പോൾ ഖുർആൻ പരിഭാഷ വാങ്ങിയാൽ നടക്കൂല എന്ന് തീരുമാനമായി. ഹദീസ് പരിഭാഷ വാങ്ങിയാൽ ഇനിയിപ്പോൾ എങ്ങനെ ഖുർആനും ഹദീസിലൊക്കെ എങ്ങനെ നിസ്കരിക്കേണ്ടത്, നിസ്കാരം ഉണ്ടോ നോമ്പുണ്ടോ എന്ന് പഠിക്കാം. ഇനിയൊരു നിർവാഹമില്ല. ഖുർആനും ഹദീസൊക്കെ അറബിയിലായതുകൊണ്ട് അറബി പഠിക്കാൻ തീരുമാനിച്ചു. അറബി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ എത്ര ദിവസം വേണ്ടി വരും? അതിന് ഖുർആനും ഹദീസും വായിച്ചിട്ട് ഒരു ശരാശരി അർത്ഥം ഇത് മനസ്സിലാക്കിയെടുക്കെങ്കിൽ ഒരു 4-5 അല്ലെങ്കിൽ ഇരുന്ന് മനക്കെട്ടായി പഠിച്ചാൽ ചിലപ്പോൾ ശരിയായത്തൊന്നും എത്തില്ലെങ്കിലും കണ്ടുമുട്ടൊക്കെ അർത്ഥമാക്കാൻ കഴിയുന്നേക്കാം. അങ്ങനെ ഒരു 5 കൊല്ലമ്പോൾ കുത്തറ് പഠിച്ചു. ഈ 5 കൊല്ലം നിസ്കരിക്കാൻ പറ്റൂല. കാരണം നിസ്കാരം ഉണ്ടോ ഇല്ലാന്ന് അറിയില്ലല്ലോ, എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് അറിയില്ല. പിന്നെ 5 കൊല്ലം പഠിച്ചൊക്കെ അവിടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഖുർആനിക്ക് ഇറങ്ങുക. ഖുർആനെ മതി നോക്കി നിസ്കാരം ഉണ്ടോ, നോമ്പുണ്ടോ, സക്കാത്തുണ്ടോ, എന്തൊക്കെയാണ് ഖുർആനുള്ളത്, അള്ളണ്ടോ, അതുമാണല്ലോ നോക്കുക ഖുർആൻ എങ്ങനെയുള്ളത്. അപ്പോൾ ഇതൊക്കെ അവിടെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിലൊക്കെ കുറേ വൈരുദ്ധ്യങ്ങൾ കാണുന്നുണ്ട്, കുറേ ഹദീസ് കാണുന്നുണ്ട്. ഈ ഹദീസ് ലൈഫാന്ന് ചില ആൾക്കാർ പറഞ്ഞത്. ലൈഫാന്ന് പറയാൻ എങ്ങനെ സ്വീകരിക്കാം? ഹദീസ് ലൈഫാന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞല്ലേ. ഷാഫി ഇമാമിനെ തന്നെ തള്ളിയിട്ട് പോകുന്ന എനിക്ക് ഹദീസ് ലൈഫാന്ന് പറഞ്ഞാൽ ഇമാമിനെ സ്വീകരിക്കാൻ പറ്റുമോ? അപ്പൊ എനിക്ക് തന്നെ പഠിക്കണം ഈ ആളുകളെ കുറിച്ച്. അതിന് പുറമെ ഖുർആന്റെ അർത്ഥം പഠിക്കണമല്ലോ. ഖുർആന്റെ അർത്ഥം എങ്ങനെ കിട്ടും? ലൈസ കമിസ്ലിഹി ഷൈഉൻ, ഒരായത്ത് ലൈസ ഇല്ല കമിസ്ലിഹി, അല്ലാഹുവിനെ പോലോത്തതിന് പോലെ ഇല്ല എന്നാ. അപ്പൊ അതിന് നേരെ അർത്ഥം വെച്ചാൽ കിട്ടുക. അറബി പഠിച്ചിട്ട് അർത്ഥം വെച്ചാൽ ലൈസ കമിസ്ലിഹി, പറഞ്ഞാൽ പോലെ, മിസിൽ പറഞ്ഞാലും പോലെ. അപ്പൊ അള്ളാഹുവിനെ പോലോത്തതിന് പോലെ ഇല്ല. അള്ളാഹിനെ പോലെ, അള്ളാഹ്ക്ക് പോലെ ഉണ്ട്, പക്ഷെ പോലോത്തതിന് പോലെ ഇല്ല. അപ്പൊ അള്ളാഹുവിന് തുല്യം ഉണ്ട് എന്നല്ലേ ഇപ്പൊ ഖുർആനിൽ കിട്ടുന്നത്. ഈ കോളത്തിലാണല്ലോ പഠിച്ചോളത്തിന്റെ അർത്ഥം കിടക്കേണ്ടത്. ഇനിയിപ്പോ അതിന്റെ അർത്ഥം എവിടുന്നാ കിട്ടുക? തഫ്സീർ നോക്കിയാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? അതൊക്കെ ഓരോരുത്തർ എഴുതി വെച്ചല്ലേ. ഷാഫി ഇമാമിന്റെ ശേഷം എഴുതി വെച്ചതാണ് അതൊക്കെ. ഇനി എങ്ങനെ അവൻ ഹദീസ് സ്വീകരിക്കുക? ഹദീസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാണ് പ്രശ്നം. കാരണം ഹദീസ് ഇപ്പോൾ കിട്ടാനുള്ളത് ഏറ്റവും സഹീഹ് എന്ന് പറയാൻ കിട്ടാനുള്ളത് ബുഖാരി ഇമാമിന്റെ ആണ്. ഈ ബുഖാരി ഇമാമ് ഷാഫി ഇമാമിന്റെ ശേഷക്കാരനാണ്. ഷാഫി ഇമാമിന്റെ ഹദീസിനെ സ്വീകരിക്കാത്ത ഞാൻ ബുഖാരി ഇമാം ഒരു ഹദീസ് സയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാനാ? ബുഖാരി ഇമാമിന് ശേഷക്കാരനാകുന്ന മുസ്ലിം ഇമാമിനെ എങ്ങനെ സ്വീകരിക്കാനാ? ഇങ്ങനെയുള്ള ആളുകളുടെ ഹദീസൊക്കെ സ്വീകരിച്ചിട്ട് എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും? അവസാനം അവന് മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. അപ്പൊ വഹാബികളുടെ അടിസ്ഥാനം ഉണ്ടല്ലോ ഉസൂല്, അവരുടെ ഉസൂൽ എന്താണ്? ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഖുർആനും ഹദീസും എങ്ങനെ മനസ്സിലാക്കണം എന്നതിന് ഒരു സ്വന്തമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കാൻ തുടങ്ങിയാൽ ശേഖരൂരിനെ എതിർക്കാൻ പറ്റൂല. കാരണം ശേഖരൂർ ഖുർആനും ഹദീസും മനസ്സിലായതാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊരൂർ തരീഖത്തുകാർക്ക് അവർക്ക് ഖുർആനും ഹദീസും മനസ്സിലായതാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞതാ അല്ലാഹു അഅ്ബുദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, ഉറപ്പ് വരുന്നവരെ നിങ്ങൾ അല്ലാഹ്ക്ക് ആരാധിക്കണം. ഇവിടെ നമ്മളെ പൂനൂരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കൊരൂർ തരീഖത്തുകാർ പറഞ്ഞത്. കൊരൂർക്കാർ അവർക്ക് പല പേരുകളും പറഞ്ഞ പുത്തൻപൂട്ടുകാരെന്നൊക്കെ പേര് പറഞ്ഞ ആൾക്കാർ. അവരെ വായിച്ചാണ് വലിയ ആള്. അപ്പോ ഈ കൊരൂർ തരീഖത്തുകാര് പറയണത് എന്താ? ഉറപ്പ് വരുന്നവരും അല്ലാഹ്ക്ക് ആരാധിക്കുക എന്നാണ്. ഉറപ്പ് വരുന്നവരെ അല്ലാഹ്ക്ക് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒക്കെ ഉറപ്പായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കേണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോൻപ് വിൽക്കണ്ട, ഒക്കെ ഉറപ്പായിട്ടുണ്ട്, സംശയമില്ലല്ലോ. അവർ പറഞ്ഞത് അർത്ഥം ശരി തന്നെയല്ലേ? അർത്ഥം നോക്കിയാൽ അപ്പൊ ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അഗാധമായി ജ്ഞാനമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് പഠിച്ച ആളുകളുടെ പേരാണ് മുജ്തഹിദീങ്ങൾ. അവർ അംഗീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവർ ഹദീസിലുണ്ട് ഖുർആനുണ്ട് എന്ന് പറഞ്ഞാൽ അതന്നെയാണ് ഹദീസിലുള്ളത്. പിന്നെ നമ്മൾ പോയി പരിശോധിച്ച് നോക്കിയിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, കിട്ടാതിരിക്കാം. നമുക്ക് കിട്ടാത്തത് നമ്മുടെ വിവരക്കേട് കൊണ്ടാണ്. കുറച്ച് പഠിച്ചിട്ട് വലിയ കാര്യങ്ങൾ പരിശോധിച്ചാൽ കിട്ടൂല. അത് നമ്മൾ വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അടിസ്ഥാനപരമായ ഒരു കാര്യം ഇല്ല എന്ന് പറയണമെങ്കിൽ ഏറ്റവും വലിയ ഇൽമുവാണ്. ഉണ്ടെന്ന് പറയാൻ കുറച്ച് അറിവ് മതി. ഇപ്പൊ ഇവിടെ ഒരു സാധനം വീണെടുക്കണം, ഞാൻ കണ്ടാൽ അവിടെ ഉണ്ടെന്ന് എനിക്ക് പറയാം. അതേമത്തെ ഇവിടെ ഒരു സൂചി ഇല്ല എന്ന് ഞാൻ പറയണമെങ്കിൽ ഇത് മുഴുവൻ പരിശോധിക്കണം, എന്നിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫുൾ ഉറപ്പുവരുത്തിയതിനു ശേഷം പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടായിരിക്കണം
അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല, നമ്മുടെ മഗ്‌രിബിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്, ഖുർആനെയും ഹദീസിനെയും മുൻഗാമികൾ വ്യാഖ്യാനിച്ചു തന്ന ലക്ഷക്കണക്കായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാമാർ പഠിപ്പിച്ചു തന്നതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൂറ്റാണ്ടുകളായി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദർശത്തെ ഒരു നൂറ്റാണ്ട് സംരക്ഷിച്ചുകൊണ്ട് നിലനിന്ന് കൊണ്ടുവരുന്നത്. അതുതന്നെയാണ് നമുക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തേണ്ടതും. അത് മാത്രമാണ് ഇസ്ലാമിന്റെ രുജുവായ മാർഗം. അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിൽ നിൽക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ യഇസ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് കാണാം. പല അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ നാടുകളിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര ഒന്നും പ്രശ്നമില്ലാത്ത, പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നൊരു വിഭാഗം ആളുകൾ അത് വളരെ പ്രശ്നമാണ് നമ്മുടേത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല ഭിന്നിപ്പുകളെയും പല അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും പലരും വഹിച്ചു കൊണ്ടുപോകുന്ന ഈ സമയമുണ്ടല്ലോ, പല പ്രതിസന്ധികളും നമുക്ക് നേരിടേണ്ടി വരികയാണ്. സുന്നത്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥ വഴി മാർഗം പറയാൻ പ്രയാസപ്പെടുന്ന കാലഘട്ടമാണ്. ഇതിനെക്കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. അതുകൊണ്ട് സമയത്തിൽ ഫഅലൈക്കും ബിസുന്നതി, എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണേ. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗ്ഗസിദ്ധികളാകുന്ന ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണേ. അത്ര പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ നിർത്തിയില്ല. അത്ര പറഞ്ഞാൽ നമുക്ക് അത് തെറ്റിപ്പോകുമോ എന്ന് പേടിക്കപ്പെട്ടതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തമസ്സഖൂ ബിഹാ, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണേ എന്ന് പറഞ്ഞ ശേഷം തമസ്സഖൂ ബിഹാ, രണ്ട് കൈകളെ കൊണ്ട് മുറുക്കി പിടിക്കണേ. എന്നാലും തട്ടിത്തെറിപ്പിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വഅല്ലു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അണപ്പല്ലുകളെ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണേ. അണപ്പല്ല് കൊണ്ട് പിടിച്ചാൽ മാത്രം പോരാ, കൈ കൊണ്ട് മുറുക്കി പിടിക്കണം. കൈ കൊണ്ട് മുറുക്കി പിടിച്ചാൽ മാത്രം പോരാ, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുകയും ചെയ്യണം. അങ്ങനെ മുറിച്ച് പിടിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ സുന്നിയായിട്ട് ജീവിച്ചു മരിക്കാൻ പറ്റൂ. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കൃത്യമായി സുന്നി പറയാൻ നമുക്ക് സാധിക്കുവാണെങ്കിൽ നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ മാത്രമേ നമുക്ക് കൈകൊണ്ടും അതുപോലെ പല്ലുകൊണ്ടും കടിച്ചു പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ പൂർണ്ണ സുന്നിയായി ജീവിക്കാൻ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികൾ വന്നാലും നമ്മൾ മുറുക്കി പിടിക്കേണ്ടത് നമ്മുടെ ആദർശമാണ്, നമ്മൾ കടിച്ചു പിടിക്കേണ്ടത് നമ്മുടെ ആദർശമാണ്. അല്ലെങ്കിൽ അത് തെറിച്ചു പോകും. ആ തെറിച്ചു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവുകയും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആയുസ്സും നമ്മുടെ അറിവുകളുമൊക്കെ ഈ ദീനി ദഅവത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കപ്പെടണം. അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് എന്നോടും നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളാകുന്ന സ്വാലിഹീങ്ങളാകുന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് നമ്മോട് ഇവിടെ പറഞ്ഞ കറാമത്തിൻ്റെ ഉടമകളാകുന്ന സമസ്തയുടെ ആലിമീങ്ങൾ കാണിച്ചു തന്ന ഈ പാതയിലൂടെ ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മുൻഗാമികളുടെ പാതയിൽ അടിയുറച്ചു ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സുന്നത്ത് ജമാഅത്തിന്റെ അഖിലുകാർ ഉൾപ്പെടുത്തി അവർക്ക് നൽകുന്ന സർവ്വ ആനുകൂല്യങ്ങളും നൽകി സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമുമാരുടെ ഹഖ് ജാഗ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഈ ലോകത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ. ഇത് ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ്, എനിക്കും എൻ്റെ കുടുംബത്തിലും ഒക്കെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.